യെസ്, നമ്മൾ ഫ്രാൻസിൽ നിന്ന് പിന്നെ പോകുന്നത് ഫിൻലാൻഡാണ്. രണ്ട് ഫിൽ തന്നെയാണ്. ഓക്കെ, ഫിൻലാൻഡിൽ എങ്ങനെയാണ് ഇറങ്ങുമ്പോൾ ആ ഒരു ഫീൽ കിട്ടുന്നു? ജസ്റ്റ് അതിന് മുമ്പായിട്ട് നമ്മൾ ഫിൻലാൻഡിന്റെ ഒരു മാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രാൻസ് റിലേറ്റീവ്ലി യൂറോപ്പിന്റെ ഒരു സെൻട്രൽ ഭാഗത്താണ്, ഫിൻലാൻഡ് ആക്ച്വലി നോർത്തേൺ ഭാഗത്താണ്. നമ്മൾ ഫ്രാൻസിൽ നിന്ന് ഫിൻലാൻഡിലേക്ക് പോകുമ്പോൾ കുറച്ച് വലിയൊരു യാത്രയാണ്. ഇങ്ങനെ ഒരു 2.5-3 മണിക്കൂറിന്റെ യാത്രയുണ്ട്. മറ്റുള്ള ജേർണീസ് 1/2 മണിക്കൂർ 3/4 മണിക്കൂറിന്റെ ജേർണീസ് മറ്റു രാജ്യങ്ങൾ തമ്മിലുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം കുറച്ച് ലോങ് ആയിട്ടുള്ള യാത്രയാണ്. കാരണം വെച്ചെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് വരേണ്ട രാജ്യങ്ങളെങ്കിൽ നമ്മൾ താഴോട്ട് വരും. നമുക്ക് ബസ് നമ്മുടെ ഫ്രാൻസിന്റെ ആയിട്ടുള്ള നമ്മൾ ഫ്രാൻസിലേക്ക് പോയത്. അപ്പോൾ നമുക്ക് എവിടെയാണ് ബസ് കിട്ടിയിട്ടുള്ളത് ആ രാജ്യത്തിന് നമ്മൾ ആദ്യം ഇറങ്ങണം. അതിനുശേഷം നമുക്ക് യൂറോപ്പിലത്തെ 28 രാജ്യങ്ങളിലേക്ക് പോകാൻ കുഴപ്പമില്ല. നമ്മൾ ആദ്യം അതുകൊണ്ട് ഫ്രാൻസിലേക്ക് ഇറങ്ങി. പിന്നെ നമുക്ക് ഫിൻലാൻഡിൽ പോയി കഴിഞ്ഞാൽ ഫിൻലാൻഡ്, താഴെ എസ്റ്റോണിയ, ലാറ്റ്വിയ, ചെക്ക് എന്നുകൊണ്ട് താഴേക്ക് വന്നിട്ട് നമ്മൾ അവസാനിക്കുന്നത് ഈ പറഞ്ഞ ഇറ്റലിയിലാണ്. ഇറ്റലിയും ഫ്രാൻസ് അടുത്തടുത്ത രാജ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് പലരും വിചാരിക്കുക നിങ്ങൾ ഫ്രാൻസിലെത്തിയിട്ട് പിന്നെ ഇറ്റലിക്ക് വരാനായിട്ട് ഇത്രയും വളഞ്ഞു വരുന്ന കാര്യം കഴിഞ്ഞാൽ നമുക്ക് ഈ കാരണം കൊണ്ടാണ് നമുക്ക് അത് ഫിൻലാൻഡിലേക്ക് പോകേണ്ടി വന്നത്. ഫിൻലാൻഡ് പോകേണ്ടപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിയിട്ട് നമുക്ക് എനിക്കൊരു ചായ കാപ്പി വീക്ക്നെസ് ആണല്ലോ. അപ്പോൾ നമ്മൾ കോഫി മെഷീനിലേക്ക് പോയി. നമ്മൾ ചായ കാണുന്നുണ്ട്, കാപ്പി മെഷീൻ കാണുന്നുണ്ട്, കോഫി കഴിക്കാൻ പറ്റുന്നില്ല. കാരണം കാലത്ത് നമ്മൾ പുലർച്ചെ 2 മണിക്ക് എത്തിയിട്ടാണ് എയർപോർട്ടിലേക്ക് 4 മണിക്ക് എത്തുന്നത്. പിന്നെ ക്യൂ നിന്ന് ഫ്ലൈറ്റ് കയറുന്ന സമയം 6 മണി. അപ്പോൾ ഇതുവരെ നമ്മൾ കാപ്പിയെ കുടിച്ചിട്ടില്ല. നമ്മൾ കാലത്ത് മറ്റേ ഹോട്ടലിൽ ചാടി പറഞ്ഞിറങ്ങി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഒരു കാപ്പി കുടിച്ചാൽ കൊള്ളാം എന്നൊരാഗ്രഹം. ഇനിയിപ്പോൾ ഫ്ലൈറ്റിലും വേറെ ഫുഡൊന്നും കിട്ടില്ല എന്ന് ഏകദേശം മനസ്സിലായി. ഇപ്പോൾ നമുക്ക് ഇനി നമ്മൾ ഫിൻലാൻഡിൽ എത്തിയിട്ട് വേണമെങ്കിലും കഴിക്കാനായിട്ട്. ഇപ്പോൾ കാപ്പിയും കുടിക്കാൻ ചെന്നിട്ട് കാപ്പി കിട്ടുന്നില്ല. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. നമ്മൾ ബഷീറിൽ പോയി അവിടെ ഇവിടേക്ക് പ്രസ് ചെയ്തു. ആദ്യം ഒരു 1-2 യൂറോ നമ്മുടെ കയ്യിൽ നിന്ന് പോയി, കാരണം നമ്മൾ പ്രസ് ചെയ്യുന്നത് ശരിയില്ലാത്ത കാരണം. പിന്നെ മനസ്സിലായി അവിടെ കുറേ ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം മറ്റേ UK ഫ്ലാഗ്, ഒരെണ്ണം ജർമ്മനിയുടെ ഫ്ലാഗ്. പിന്നെ അപ്പോൾ UK ഫ്ലാഗ് ഞെക്കുമ്പോഴാണ് ഇംഗ്ലീഷ് വരുന്നത്. അപ്പോൾ നമ്മൾ ബേസിക്കലി UK കാരാണെന്ന് വേണമെങ്കിൽ ഇപ്പോഴും പറയാം. UK നമ്മളെ വിട്ടുപോയെങ്കിലും നമ്മളിപ്പോഴും UK ഒരു ഫ്ലാഗ് തന്നെ പ്രസ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ UK ഫ്ലാഗ് വെച്ചാൽ എല്ലാം ഇംഗ്ലീഷിലായി. അപ്പോൾ നമുക്ക് കോഫി കപ്പുച്ചു എന്നൊക്കെ പറയുമ്പോൾ സാധനം പ്രസ് ചെയ്തു പൈസ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കോഫി കിട്ടുന്നു. കോഫി കിട്ടി അതുമായിട്ട് വേഗം നമ്മൾ ഓടി ഫ്ലൈറ്റിൽ കയറി. അപ്പം ഫിൻലാൻഡ് നേരത്തെ പറഞ്ഞത് തന്നെ ഒരു സ്കാൻഡിനേവിയൻ കൺട്രിയാണ്. തണുപ്പ് വളരെയധികം രാജ്യമാണ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ കിടക്കുന്ന രാജ്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറോറ എന്നൊക്കെ വരും, മറ്റേ ഹൊറൈസണിൽ വരുന്ന പച്ച കളറിൽ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന അതൊക്കെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ കയറുന്നത്. നമ്മൾ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞപ്പോൾ നമ്മളെന്തോ മറ്റേ ഗോലിയാത്തും മറ്റേ കുള്ളന്മാരുടെ കഥകൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ 3-4 പേര് മാത്രമേ വളരെ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരേ ഉള്ളൂ. അവിടുത്തെ ആൾക്കാരൊക്കെ എനിക്കൊണെങ്കിൽ ഒരു 6-7 അടിയാണ് അവരുടെ നോർമൽ ഹൈറ്റ് എന്ന് തോന്നുന്നു. എയറോസ്റ്റസ് നിൽക്കുമ്പോൾ ഏകദേശം അതിൻ്റെ എയറോസ്റ്റസ് തല മറ്റേ ഫ്ലൈറ്റിൻ്റെ മേളിൽ മുട്ടുന്ന പോലെ. ഇവിടെ അവതാർ സിനിമയ്ക്ക് കാണുന്നില്ലേ, ഏകദേശം ആ ഫീലിങ്ങിലായിരുന്നു. എല്ലാവരും ഭയങ്കര ഹൈറ്റ്. അപ്പം ഫ്ലൈറ്റിൽ ഇരിക്കുന്ന ആൾക്കാർ ഹൈറ്റ്, എയറോസ്റ്റസും മറ്റേ എല്ലാവരും പലരുടെ പേരെ കാണാൻ പറ്റിയില്ലേ നമുക്ക്. കൊച്ചു ഫ്ലൈറ്റാണ് കേട്ടോ. അതായത് ഒരു 80 പേരൊക്കെ ഉള്ള ഒരു കൊച്ചു ഫ്ലൈറ്റാണ്. ആ ഫ്ലൈറ്റ് കയറി ആസ് യൂഷ്വൽ ഫുഡൊന്നും കിട്ടുന്നില്ല നമുക്ക്. നമ്മൾ ഈ കാപ്പി കുടിച്ചതിൻ്റെ ബലത്തിലാണ് ഇരിക്കുന്നത്. ഫിൻലാൻഡിലേക്ക് എത്തി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ അവിടെ തന്നെ ഭക്ഷണം കഴിച്ചു. കാരണം നമ്മൾ ഈ നേരത്തെ പറഞ്ഞല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ മിസ്സാവുന്ന ഒരു സിറ്റുവേഷനിലെ കാരണം നല്ല ഭക്ഷണമാണ്. അവിടെ യൂറോ തന്നെയാണ് കറൻസി. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് സംസാരിച്ചു. അപ്പോൾ നമുക്ക് ബസ് കിട്ടുന്ന സ്ഥലങ്ങളും മെട്രോ കിട്ടുന്ന സ്ഥലങ്ങളും നമുക്ക് ഏകദേശം മനസ്സിലാക്കി വെച്ചു. പക്ഷേ അവിടെയും കള്ളന്മാരുണ്ടെന്ന് മനസ്സിലായി. കാരണം നമ്മൾ അവിടെ പോയിട്ട് ഒരു കൗണ്ടറിൽ പോയി ചോദിച്ചു ഇവിടെ നിന്ന് എങ്ങനെയാണ് പോകണമെന്ന്. ഇവൾ പറഞ്ഞു ബസ്സൊന്നും നിങ്ങൾക്ക് അറിയില്ല, ടാക്സി ഇവിടെ നിന്ന് കിട്ടും. ടാക്സി എൻ്റെ അടുത്ത് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് റോഡിലൂടെ ടാക്സി ആക്കി തരാം. അപ്പോൾ ഞാൻ അപ്പുറത്തോടെ ബസ് കിട്ടണമെന്ന് ചോദിച്ചു. ആ ബസ്സൊക്കെ എങ്ങോട്ട് പോകണമെന്ന് ആർക്കറിയാം, ഞാൻ പോലും ഇങ്ങനത്തെ ബസ്സിൽ ട്രാവൽ ചെയ്യാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ടാക്ക്. അപ്പം മനസ്സിലായി ബേസിക്കലി ഫിൻലാൻഡിൽ കുറച്ച് ജനങ്ങളേ ഉള്ളൂ, പക്ഷെ അവിടെയും ഈ പറഞ്ഞ പോലെ ആൾക്കാരെ പറ്റിക്കുന്ന ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ താങ്ക് യു എന്ന് വേണ്ട അവിടെ നിന്ന് വേഗം മടങ്ങി കണ്ട ബസ്സിൻ്റെ അവിടേക്ക് പോയി. അതിൻ്റെ മുമ്പിൽ തന്നെ ടിക്കറ്റ് കട ഓപ്പൺ ഉണ്ട്. നമ്മളെല്ലാം ഗൂഗിൾ മാപ്പ് നോക്കി കഴിഞ്ഞാൽ ഈ ലോകത്ത് എല്ലായിടത്തേക്ക് എത്താൻ പറ്റുന്നത് മനസ്സിലായി. എസ്പെഷ്യലി കാരണം ഗൂഗിൾ മാപ്പിൽ എല്ലാ ഇത് കാണിക്കുന്നുണ്ട്. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക, ബസ് നമ്പർ 5 നോക്കുക, അതിലേക്ക് കയറുക, അതിൽ കയറി നിന്ന് കഴിഞ്ഞാൽ സ്റ്റേഷനിൽ ഇറങ്ങുക, നല്ല ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്നും പേടിക്കേണ്ട കാര്യങ്ങൾ, അത്രയും സേഫ് ആയിട്ട് രാജ്യങ്ങളാണ്. ബസ് വന്നു. ഫിൻലാൻഡ് എത്തിയപ്പോൾ തമാശക്കളി മാറി. തണുപ്പ് എന്താണെന്ന് മനസ്സിലായി. അതേ നമ്മൾ +9-ലും +10-ലേക്ക് നിന്നിരുന്ന ആൾക്കാർ -1-ലേക്ക് എത്തിയപ്പോൾ ഗ്ലൗസ് ഒക്കെ അന്വേഷിച്ചു തുടങ്ങില്ല. ഗ്ലൗസ് ജാക്കറ്റ് എന്ന് പറഞ്ഞ ആൾക്കാർ ഗ്ലൗസ് വന്നു. അത്യാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നു. നമ്മുടെ ഹുഡീസൊക്കെ ഇട്ട് നമ്മൾ ഫുൾ ടൈറ്റ് ആക്കി ഗ്ലൗസ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ മുഖത്തിന്റെ ഈ ഭാഗം മാത്രമാണ്, അതിനൊന്നും ചെയ്യാനില്ലല്ലോ. അതിനകത്ത് ബസ്സിനകത്ത് കയറിയിരുന്നു. ബസ്സിലും അത്ര ക്രൗഡൊന്നും അല്ല, സാധാരണ ആൾക്കാർ, എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർ, എല്ലാം സായിപ്മാരാണ്. സായിപ്മാർ മദാമകൾ മാത്രമാണ്. നല്ലൊരു ബസ്. നമുക്കൊരു സ്റ്റോപ്പൊന്നും അറിയാത്ത കാരണം നമ്മൾ സുഖമായിട്ടിരുന്നതിനകത്ത് അവസാന സ്ഥലത്ത് വണ്ടി കൂടി നിർത്തി. പറഞ്ഞു കഴിഞ്ഞു, സ്റ്റോപ്പ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ സിറ്റി സെന്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ സിറ്റിയാണ് ഹെൽസിങ്കിയാണ് അവരുടെ ക്യാപിറ്റൽ. ആ ക്യാപിറ്റലിൻ്റെ അകത്ത്. അപ്പം അത് ഒരു അനുഭവമാണ്. കാരണം അവിടുത്തെ റോഡുകളൊക്കെ ഇല്ലേ, ഈ കരിങ്കല്ലിന്റെ പീസുകൾ, നമ്മുടെ നാട്ടിൽ ഇഷ്ടിക വരുമല്ലോ മറ്റേ റോഡിലൊക്കെ, ഈ ഗട്ടർ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ ഇഷ്ടിക്ക് വരും കരിങ്കല്ലുകൾ പീസാക്കിയിട്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നെങ്കിൽ സെഞ്ചുറീസും ഉണ്ടാക്കുന്ന റോഡുകളായിരിക്കും.
സംഭവം കാണുമ്പോൾ റോയൽ ലുക്ക് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ട്രോളി വലിച്ചെടുക്കാൻ വലിയ സുഖം ഉണ്ടായിരുന്നില്ല. കാരണം ഈ കല്ലുമ്മ ട്രോളിൽ ടയർ പൊട്ടി കഴിഞ്ഞാല് നമുക്ക് ഇനിയും കുറെ യാത്രകളല്ലേ. അപ്പൊ നമ്മളൊക്കെ ബാഗ് പൊക്കി പിടിച്ചു. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാനുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സ്ഥലം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു കത്തീഡ്രലാണ്. ഹെൽസിങ്കി കത്തീഡ്രൽ വലിയൊരു പള്ളിയാണ്. അപ്പോൾ നമ്മളതിന്റെ മുമ്പിൽ പോയി നിന്നു. അപ്പോൾ നമ്മളാണെങ്കിൽ അന്ന് രാത്രി ഹോട്ടൽ എടുത്തിട്ടില്ല, ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട്. കാരണം നമുക്ക് അന്ന് രാത്രി തന്നെ നമുക്ക് എസ്റ്റോഡിയിലേക്ക് പോകേണ്ടതാണ്. നഴ്സറിയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന്റെ വിശേഷം ഞാൻ പറയാം. അപ്പോൾ നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ട്രോളി പിടിച്ച് നടക്കലും ഇങ്ങനത്തെ കല്ലുകളൊക്കെ റൂമൊക്കെ ആയപ്പോൾ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾക്കൊക്കെ വയ്യാണ്ടായി. കാരണം നമ്മുടെ ട്രാവലും ഉറക്കമൊന്നും ഇല്ലാണ്ട് യാത്ര ചെയ്യണതല്ലേ. അപ്പോൾ നമ്മൾ ഈ പള്ളിയാണെങ്കിൽ പള്ളിപ്പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ പള്ളിയിൽ കുറേ ഭാഗങ്ങൾ, അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കും കയറാനും പറ്റില്ല. നമുക്ക് ചൂടുണ്ടെങ്കിൽ നമുക്ക് തണുത്തേക്ക് മാറി നിൽക്കാൻ വിചാരിക്കാം. ഈ തണുപ്പാണെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്കും, നമുക്ക് മാറി നിൽക്കാൻ സ്ഥലം. കാരണം വെച്ചെങ്കിൽ അപ്പോഴാണ് നമ്മൾ ദുബായിലൊക്കെ പോകുന്ന സമയത്ത് നല്ല ചൂട് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഷെയ്ഡിലിടയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടും. ഇത് ഷെയ്ഡിലിടയ്ക്ക് പിന്നെ തണുപ്പ് കൂടുതലാണ്. അപ്പോൾ തണുപ്പ് നമുക്ക് ഒരു കാരണവശാലും സഹിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ അത് ഇതിനെ നമ്മൾ എന്തായാലും ഹോട്ടലിൽ റൂം എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് Airbnb ആണ് കിട്ടിയത്. അപ്പോൾ Airbnb ലൊക്കേഷനൊക്കെ അന്വേഷിച്ച് ഗൂഗിൾ മാപ്പ് തന്നെ, ഗൂഗിൾ മാപ്പാണ് പ്രധാന ആയുധം. ഗൂഗിൾ മാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലോകത്ത് എവിടെയും ട്രാവൽ ചെയ്യാന്നുള്ളതും കൂടി മനസ്സിലായി കേട്ടോ. ഗൂഗിൾ മാപ്പ് ഇട്ടു, നമ്മൾ സംഭവം ബുക്ക് ചെയ്തു, അവിടേക്ക് എത്തി, ഹോട്ടലിലേക്ക് എത്തി. ഹോട്ടൽ തുറക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ മറ്റേ പണ്ടത്തെ ഖുൽജ സിംസിം എന്നുള്ള ഗുഹയില്ലേ, അതേപോലത്തെ കോഡുകളൊക്കെ മൊബൈലിലേക്ക് വരുന്നുണ്ട്. ആ കോഡൊക്കെ അതിൽ എൻ്റർ അടിച്ചപ്പോൾ ഡോറ് തുറന്നു. ഡോറിൻ്റെ അകത്ത് കയറി ആ ഹോട്ടലിൽ അല്ലെങ്കിൽ ആ ഒരു Airbnb എന്ന് പറയുന്ന സംഭവത്തിനകത്ത് വേറെ ആരുമില്ല, റിസപ്ഷനും ഇല്ല, ഓണറും ഇല്ല, ആരുമില്ല, നമ്മൾ മാത്രം. അപ്പോൾ നമ്മൾ അതിനുള്ളിൽ കയറി. അപ്പോൾ മെസ്സേജ് വന്നു, നിങ്ങൾ 3 പേരുണ്ടല്ലേ, നിങ്ങൾ റൂം നമ്പർ 8ലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട്. നമ്മൾ റൂം നമ്പർ 8 തുറന്നപ്പോൾ തുറക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാം ഈ CCTV ആരോ കാണുന്നുണ്ട്, ഓർഡർ കാണുന്നുണ്ട്. അപ്പോൾ അതിന്റെ കൺട്രോളൊക്കെ അവരുടെ കയ്യിലാണ്. മെസ്സേജ് വരുന്നുണ്ട്, നിങ്ങൾ എത്തിയിട്ടുണ്ടല്ലേ, 3 പേരുണ്ടല്ലേ, അപ്പോൾ നിങ്ങൾ റൂം നമ്പർ 8ലേക്ക് പോക്കോളൂ. നമ്മൾ 3 ബെഡ് അവിടെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയിലിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കയറി കിടന്ന് കുറച്ച് നേരം നടുവൊക്കെ നിവർത്തി. പിന്നെ നമുക്ക് സമയമില്ലല്ലോ, നമ്മൾ ബിസിയല്ലോ ആൾക്കാർ. അപ്പോൾ നടുവെടുത്തിട്ട് ആശ്വാസമായി. ആകെ പറ്റിയപ്പോൾ നമ്മളെ കട വെച്ചിട്ട് ലഗേജ് പോകുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് നടക്കാൻ ഫ്രീ ആണ്. നമ്മൾ വീണ്ടും നടന്നു. നമ്മൾ ഈ കത്തീഡ്രലിൽ മാത്രമേ ഈ പറഞ്ഞ ഹെൽസിങ്കിൽ മെയിൻ സംഭവങ്ങളുള്ളൂ. പിന്നെയുള്ളത് മുഴുവനും ഈ പറയുന്ന റെസ്റ്റോറൻറ്റുകളും ബിയറിൻ്റെ സംഭവങ്ങളും അങ്ങനത്തെ ഒരു ലോകമാണ്. പിന്നെ ആൾക്കാർക്ക് വളരെ സാധാരണ ആൾക്കാരാണ്. യൂണിവേഴ്സിറ്റിയിലും അതെ, അത് ഈ പള്ളിയുടെ നേരം മുമ്പില്ല. നമ്മൾ ആക്ച്വലി ഹെൽസിങ്കി യൂണിവേഴ്സിറ്റി അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഹെൽസിങ്കിനെ അവിടെ പോയി നോക്കാം, യൂണിവേഴ്സിറ്റിക്ക് പോകണല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഹെൽസിങ്കി യൂണിവേഴ്സിറ്റിയുടെ മറ്റേ വലിയ ബോർഡൊന്നും വെച്ചിട്ട് നമ്മുടെ നാട്ടിലെ പോലെ വലിയ ഭീകരമായിട്ട് ബോർഡൊന്നുമില്ല. അവരുടെ വലിയൊരു ബിൽഡിംഗ് ആണ്. അതിന്റെ മെയിൻ ഡോറുമേ ചെറുതായിട്ട് എഴുതിച്ചിട്ടുണ്ട് ഹെൽസിങ്കി യൂണിവേഴ്സിറ്റി എന്ന് എഴുതിച്ചിട്ടുണ്ട്. നമ്മൾ ഞെട്ടിപ്പോയി, ഇത്രയും വലിയ യൂണിവേഴ്സിറ്റി, കാരണം വേൾഡിൽ തന്നെ ടോപ്പ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ നമ്മൾ വേഗം യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ ഫോട്ടോ ഒക്കെ എടുത്ത് ഉള്ളിലേക്ക് ചാടി കയറി. അപ്പോൾ അതിനുള്ളിൽ ആരൊക്കെ ഇരിക്കുന്നുണ്ട്, അവരൊന്നും ബോധമല്ല, നിങ്ങൾ വരികയോ പോവുകയോ ഒന്നുമില്ല. കുറെ കാറ്റലോഗും ബ്രോഷേഴ്സ് നമ്മളൊക്കെ നമ്മളെടുത്ത് നമ്മളവിടെ കുട്ടികളൊക്കെ നോക്കി. പക്ഷെ ആ ഭാഗത്തൊന്നും കുട്ടികളെയും കണ്ടില്ല. നമ്മൾ ബേസിക്കലി യൂണിവേഴ്സിറ്റിയുടെ കുറച്ച് വീഡിയോസും സംഭവങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അവിടുത്തെ പ്രത്യേകിച്ചെങ്കിൽ കൂടുതലും നമ്മൾ ഫ്രാൻസിലൊക്കെ പോകുന്ന സമയത്ത് മെട്രോ, ട്രെയിൻ, ബസ് ഇങ്ങനത്തെ കോൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫിൻലാൻഡിൽ മുഴുവനും ട്രാംസ് ആണ്. എല്ലാ റൂട്ടിലും മറ്റേ പാളുണ്ടാക്കി വെച്ചിട്ട് അതൊരു ട്രെയിൻ ഓടുന്ന പോലെ ഈ ബസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കണ്ടു, കുറച്ച് നേരം അതൊക്കെ എൻജോയ് ചെയ്ത് നിന്ന് നമ്മൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം. അവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. സൂപ്പർ മാർക്കറ്റിന്റെ പേര് നോർമൽ സൂപ്പർ മാർക്കറ്റ്. നോർമൽ എന്നൊരു സൂപ്പർ മാർക്കറ്റിന്റെ പേരുള്ള കാര്യങ്ങൾ അതിനുള്ളിൽ കയറി നോക്കി. ഇപ്പൊ നോർമൽ സൂപ്പർ മാർക്കറ്റ് തന്നെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ നിന്ന് കയറി. അവിടെ ക്രിസ്മസിന്റെ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. ഫിൻലാൻഡിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ക്രിസ്മസ് ഉത്ഭവിക്കുന്നത് തന്നെ ഫിൻലാൻഡിലാണ്. സാന്റാക്ലോസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മറ്റേ എന്താ പറയാ, ഒരു ഡിയറിന്റെ ഒരു മഞ്ഞുകൂടി ഓടുന്ന സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയുള്ള ഒരു സ്ഥലം തന്നെയുണ്ട്. ആ സ്ഥലത്തിന്റെ പേര് റെയിൻഡിയർ പോണത്. ആ സ്ഥലം ആക്ച്വലി റിയൽ ആണ്. ക്രിസ്മസ് ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് സ്ഥലം അതിനകത്തുണ്ട്. അപ്പൊ അത് റിയൽ ആയിട്ട് ക്രിസ്മസ് സാന്റാക്ലോസിന്റെ സ്ഥലം തന്നെയാണ്. അവിടെ നിന്നാണ് ക്രിസ്മസ് ആക്ച്വലി സാന്റാക്ലോസ് നമ്മളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അവിടെ വേറെ നമ്മുടെ സ്ഥലം കൂടി ഉണ്ട്. ഇവിടെ ഈ നോക്കിയ എന്ന് കേട്ടിട്ടില്ലേ ഫോണ്, അത് അവിടുത്തെ സ്ഥലത്തിന്റെ പേരാ, ഒരു ഗ്രാമത്തിന്റെ പേരാ നോക്കിയ എന്നുള്ളത്. അപ്പോ അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇൻഫർമേഷൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ റൂമിലേക്ക് എത്തി. കുറച്ചും കൂടി നമുക്ക് ഫ്രഷ് ആയി. അപ്പോൾ നമുക്ക് വൈകിട്ട് ഒരു 9 മണിക്കോ മറ്റുമാണ് നമ്മുടെ ഫെറി ഉള്ളത്. ഫെറിയിലേക്ക് പോകണം. അപ്പോൾ ഒരു 6 മണിക്കൊക്കെ നമുക്കൊന്ന് ചെക്കൗട്ട് ആയാൽ മതി. അപ്പോൾ നമ്മളൊരു 4 മണിയൊക്കെ ആയപ്പോൾ വീണ്ടും ഇറങ്ങി ചായ കുടിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പം റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോഴാണ് ഞാൻ നേരത്തെ ഫ്രാൻസിൽ പട്ടികളുടെ കേസ് പറഞ്ഞിരുന്നില്ലേ, ഫ്രാൻസിലുള്ള ആൾക്കാരിനെങ്ങാട്ടും ഒരു 10 ആൾക്കാരെ പട്ടി ഇവിടെയുണ്ട്. എല്ലാവരുടെ കയ്യിലും 1-2 പട്ടി വെച്ചിട്ടുണ്ട് ഫിൻലാൻഡിൽ. അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ റെസ്റ്റോറൻറ്റിൽ
ഞങ്ങളുടെ അടുത്ത് 2 പെണ്ണുങ്ങൾ വന്നിരുന്നു. അവർ 2 കോഫി ഓർഡർ ചെയ്തു. നോക്കുമ്പോൾ അവരൊരു പട്ടി വന്നിരിക്കുന്നു. അവർ വന്നിരിക്കുന്ന തന്നെ വെയിറ്റർ വന്നിട്ട് പട്ടിക്ക് ഒരു ചെറിയ സ്റ്റൂൾ ഇട്ട് കൊടുത്തു. പട്ടി ആ സ്റ്റൂളിൽ കയറിയിരിക്കുന്നത്. പിന്നെ പട്ടി കഴിക്കുന്നു ഞാൻ നോക്കാനുള്ള ശക്തി എനിക്ക് ഉണ്ടായിരുന്നില്ല. അതായത് ഞാൻ അവിടേക്ക് നോക്കിയില്ല, ഞാൻ മറ്റേ സൈഡിലേക്ക് നോക്കിയിരുന്ന് ഞാൻ ലൈക്ക് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. പട്ടിയും അതേ റെസ്റ്റോറൻറ്റിൽ നിന്നിട്ട്. അപ്പൊ അവിടെ ചില റെസ്റ്റോറൻറ്റുകളിൽ ചില സൂപ്പർ മാർക്കറ്റിലൊക്കെ എൻട്രൻസ് ചെയ്തിട്ട് പട്ടിയുടെ പടം വരച്ചിങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം പട്ടിനെ കൊണ്ട് കയറാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനത്തെ സ്ഥലത്ത് കയറാൻ പാടില്ല. എല്ലാ സ്ഥലങ്ങളിലും പട്ടിനെ കൊണ്ട് പോവാം. അപ്പൊ എനിക്ക് വേണമെങ്കിൽ പട്ടികൾക്ക് വളരെ ഫ്രീഡം ഉള്ള രാജ്യമാണ് ആക്ച്വലി. പട്ടി കടിച്ചാലേ പട്ടി കടിച്ചു കഴിഞ്ഞാല് പട്ടിയുടെ കടി കിട്ടിയവന് 4000 യൂറോ, അതായത് 4 ലക്ഷം രൂപ നമുക്ക് ഇങ്ങോട്ട് കിട്ടും. ആ വരുന്ന പട്ടി നമ്മളെ എങ്ങനെ കടിച്ചാ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 ലക്ഷം യൂറോ. കടിപ്പിക്കാൻ നോക്കി. ഞാൻ അവിടെ വെച്ചിട്ടില്ല, ഞാൻ വേറെ രാജ്യത്ത് പോയിട്ട് ഞാൻ 4 ലക്ഷം എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് അല്ലേ. പക്ഷെ അത് പൊതുസ്ഥലത്തായിരിക്കണം കേട്ടോ, പൊതുസ്ഥലത്തായിരിക്കണം. അവരുടെ വീട്ടിനുള്ളിൽ കയറിയിട്ട് കട്ടി ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല. പൊതുസ്ഥലത്ത് വെച്ചിട്ട്. പക്ഷേ ഈ പട്ടികളൊന്നും കടിക്കില്ല. ചെറിയ എനിക്കാണെങ്കിൽ ഒരു പൂച്ചക്കുട്ടിയുടെ വലിപ്പമുള്ള പട്ടികളാണ്. എനിക്ക് എന്റെ ബ്രാൻഡുകളൊന്നും എനിക്കറിയില്ല. ശിവാസു അങ്ങനെയൊക്കെ പേരുകളൊക്കെ ഇല്ലേ, കുഞ്ഞു കുഞ്ഞു പട്ടികളാണ് എല്ലാം. ഈ ചെറിയ പട്ടികൾ, ഒരാളുടെ 2-3 പട്ടികളൊക്കെ കടിക്കാൻ തുടങ്ങിയ പട്ടി ആയിരിക്കും വേണമെങ്കിൽ. പക്ഷെ അവിടെ എനിക്കാണെങ്കിൽ കുട്ടികൾ വളരെ കുറവാണ്, മനുഷ്യക്കുട്ടികൾ വളരെ കുറവാണ്. എല്ലാവരും പട്ടി. എനിക്ക് അപ്പൊ ഞാൻ ചോദിച്ച മനസ്സിലാക്കി അവിടുത്തെ പലരും കല്യാണം ഒന്നും കഴിക്കുന്നില്ല. അവരുടെ സന്തോഷം ഈ പറഞ്ഞ പോലെ മറ്റേ എന്താ പറയാ പട്ടികളും സംഭവങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചു പോകാന്നുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. കുട്ടികൾ കല്യാണം കഴിക്കണം, കുട്ടികൾ ഉണ്ടാവണം, അവരെ നോക്കണം. ആ ബോധരക്ഷണം അത്രേ ഉള്ളൂ. അപ്പൊ ഇവരും വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അവിടെ, ജോമറ്റ് എന്ന് പറഞ്ഞിട്ട് ആള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആള് എനിക്കൊന്ന് ബിസാറിന്റെ വളരെ സുഹൃത്തല്ലേ. അപ്പൊ ആള് വന്ന ആള് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പൊ ആള് പറഞ്ഞു നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റി സംഭവം വിന്റർ ആയിട്ടില്ല, വിന്റർ വരുന്നേ ഉള്ളൂ. വിന്റർ തുടങ്ങുന്ന സമയം അല്ലേ, ഇലകളൊക്കെ. അതെ അതെ, കംപ്ലീറ്റ് മരങ്ങള് ഇലകളൊക്കെ പോയി, മറ്റേ കറുത്ത നിറത്തിലുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഇനി കുറച്ചു കഴിഞ്ഞാല് മറ്റേ ഐസ് ആവും താഴെ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആവും പറഞ്ഞു. അപ്പം ആ ഒരു സംഭവങ്ങളൊക്കെ നമ്മള് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതാണ് അതിന്റെ ഒരു എന്താ പറയാ ഭംഗി എന്ന് പറയുന്ന സംഭവങ്ങള്. അപ്പം അതിനുശേഷം നമ്മൾ ഈ ഫിൻലാൻഡിന്റെ സംഭവങ്ങൾ കഴിഞ്ഞു. ഫിൻലാൻഡിൽ ജോമറ്റ് തന്നെ നമ്മളെ ഇനി എയർപോർട്ടിലേക്ക് അല്ല പോകേണ്ടത്, നമുക്കിനി പോകേണ്ടത് സീ പോർട്ടിലേക്കാണ് പോകേണ്ടത്. നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന മറ്റേ ഫെറി, ഒരു വലിയൊരു ബോട്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഫെറിയുടെ അടുത്തേക്ക് നമ്മളെ ജോമറ്റ് നമ്മളെ ഡ്രോപ്പ് ചെയ്തു. നമ്മൾ ജോമറ്റിന് താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ഷിപ്പിൽ കയറി. അതെ, അപ്പോഴും ടയേർഡാണ്, സത്യം പറഞ്ഞാൽ ടയേർഡാണ്.